നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. 2002 ഗുജറാത്ത് വംശഹത്യയിലെ ഏറ്റവും ഭീതിതമായ അധ്യായങ്ങളിലൊന്നാണ് ബിൽക്കിസ് ബാനുവിന്റെ കേസ്. കൂട്ടബലാത്സംഗത്തിന് ഇരയായ അവരുടെ 3 വയസ്സുള്ള മകളെ സ്വന്തം കൺമുന്നിൽ വെച്ച് കലാപകാരികൾ തല തകർത്ത് കൊല്ലുന്നത് കണ്ട 5 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു വയറ്റിനകത്ത് വെച്ച് കൊലപ്പെടുത്തുമ്പോൾ അതിന് മൂകസാക്ഷിയാകേണ്ടി വന്ന അവരുടെ കുടുംബത്തിലെ 7 അംഗങ്ങളെ പിന്നെയും വെട്ടിയും കുത്തിയും കൊന്ന സംഭവത്തിന് മൃതദേഹങ്ങൾക്ക് നടുവിലേക്ക് വീണ്ടും ഉണരേണ്ടി വന്ന അവർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ അന്തിമ വിജയ ദിവസമാണ് ഇന്ന്. അവരെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കിയ അവരുടെ പരിചയക്കാർ തന്നെയായിരുന്ന 11 പേരെ മഹാരാഷ്ട്രയിൽ നടന്ന പ്രത്യേക CBI കോടതി വിചാരണക്കൊടുവിലാണ് ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. പക്ഷെ അവരെ കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക ഇളവ് നൽകി ഗുജറാത്ത് ഭരണകൂടം വിട്ടയച്ചു. വലിയ സ്വീകരണം അവർക്ക് നൽകി. അവരെ കാൽ തൊട്ട് തൊഴാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടു. ആരാർപ്പണവും ലഡു വിതരണവും കണ്ടു. ബ്രാഹ്മണരായ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇടയില്ലെന്ന് BJP നേതാക്കൾ പറയുന്നത് കണ്ടു. അങ്ങനെ BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ ആഘോഷിച്ച ഒന്നായിരുന്നു ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത പ്രതികളെ അധികാരം ഉപയോഗിച്ച് വിട്ടയച്ചത്. അതിനെതിരെയും കോടതിയിൽ പോയി ബിൽക്കിസ് ബാനു. ഇന്നവർ അനുകൂലമായ വിധി സമ്പാദിച്ചിരിക്കുന്നു. ഗുജറാത്ത് സർക്കാർ ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് എന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയെ മുൻനിർത്തിക്കൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തിയെന്ന്, നിയമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന്, ഇത് ഗുരുതരമായ കുറ്റമാണെന്ന് കോടതി എടുത്തു പറയുന്നു. ഈ വിധി നിശ്ചയമായും ബിൽക്കിസ് ബാനുവിന്റെ ഐതിഹാസികമായ നിയമ പോരാട്ടത്തിന്റെ വിജയമാണ്. വീണുപോകാത്ത അവർ നടത്തിയിട്ടുള്ള സമരത്തിന്റെ വിജയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാരുടെ പരാജയമാണ്? ആർക്കാണ് കലാപകാരികളെ, റേപ്പിസ്റ്റുകളെ രക്ഷിച്ചെടുക്കേണ്ടത്? അവരെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധരാക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇതിനുത്തരം പറയേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP ആണോ? നാരീ ശക്തിയെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്കാണ് ബിൽക്കിസ് ബാനു തന്റെ നാരീ ശക്തി വെളിവാക്കി വരുന്നത്. ഇത് വിശദീകരിക്കാൻ BJPക്ക് ബാധ്യതയുണ്ടോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് കോൺഗ്രസ് നേതാവ് ശ്രീ KP നൌഷാദ് അലി, ഒപ്പം CPIM-ൽ നിന്ന് ശ്രീ VPP മുസ്തഫ. ഇന്ന് BJP അവരുടെ പ്രതിനിധികളെ ഈ വിഷയത്തിന് അയക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. മിഥുൻ വിജയകുമാർ, വലത് നിരീക്ഷകൻ, എന്നിവരാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം ശ്രീ KP നൌഷാദ് അലി, ഈ കേസിൽ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് ചലനമുണ്ടാക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതോ BJP കൊണ്ടു നടക്കുന്ന ഹിന്ദുത്വ വിഭജന രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടാക്കാൻ അതിന് കഴിയില്ല എന്നാണോ? നിഷാദ്, ഈ വിധി ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും കാതോർക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിധിക്ക് ലഭിച്ച വലിയ തോതിലുള്ള സ്ത്രീ വിമോചക പ്രസ്ഥാനങ്ങളുടെ, സ്ത്രീപക്ഷപാതികളുടെ, മാനവപക്ഷപാതികളുടെയൊക്കെ വലിയ തോതിൽ പ്രതികരണങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള ലേഖനങ്ങളും കുറിപ്പുകളും ഒക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വിധിയോ അല്ലെങ്കിൽ വിധി വന്നതിന് ശേഷം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ കവർന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ ഇനി എന്ത് വികാരം ആര് ഉണർത്തിയാലും അവരൊക്കെ ലോകത്തിന്റെ മുന്നിൽ വലിയ തോതിൽ പ്രതിക്കൂട്ടിൽ ഏറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് BJP പരസ്യമായിട്ട് ഈ വിധിയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് മാറ്റമുണ്ടാക്കുമെന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾക്ക് അടിത്തറ ഒരുങ്ങിയത് എന്ന് ചിന്തിക്കാൻ ഈ പശ്ചാത്തലം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, ഇവിടെ ഈ ഇന്ത്യക്കാരന്റെ ഒരു നന്മയും തിന്മയും ശരി തെറ്റുകളൊക്കെ തിരിച്ചറിയാനുള്ളൊരു വിവേചന ബുദ്ധിയെ മരവിപ്പിച്ചുകൊണ്ടുള്ള തീവ്രമായ വിഷലിപ്തമായ ഹീനപ്രചരണങ്ങളാണ് BJP വടക്കേന്ത്യയിൽ ഉടനീളം നടത്തുകയും പലയിടങ്ങളിലും ഒരു പരിധിവരെ അവർ വിജയിച്ച് നിൽക്കുകയും ചെയ്യുന്നത്. ഇത് വളരെയധികം നമ്മളെ ദുഃഖിതരാക്കുന്ന, വളരെ വ്യസനത്തിലാക്കുന്ന, ആശങ്കാകുലരാക്കുന്ന ഒരു സാമൂഹിക പരിവർത്തനമാണ്. അത്തരമൊരു വിഷപ്പുകയിൽ എല്ലാവർക്കും ചിലപ്പോഴൊക്കെ BJPയെ പോലെ ചിന്തിക്കാൻ പ്രേരിതരാകുന്ന ഒരു ദുരവസ്ഥ കൂടി നമ്മുടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലും സംജാതമാകുന്നുണ്ട്. ഞാനിത് ഓർക്കുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ ബിൽക്കിസ് ബാനുവിനെ ഈ ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ അവരുടെ 3 വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ വായുവിൽ ചുഴറ്റി പാറക്കല്ലിൽ തലയടിച്ചു കൊല്ലുന്നു. അവരുടെ കൂടെയുള്ള ബന്ധു പ്രസവിച്ച് 2 ദിവസം കഴിഞ്ഞ ആ സ്ത്രീയെ ഇവർ
ക്യൂ നിന്ന് ബലാത്സംഗം ചെയ്ത് 2 ദിവസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യന് എങ്ങനെ ക്രൂരന്മാരാകാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യണം. ഇവിടെയാണ് ഇവരുണ്ടാക്കിയ ചില ആശയ നിർമ്മിതികളും സംഹിതകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരിക. ഇവരുടെ തലതൊട്ടപ്പനായ നേതാവ് വി ഡി സവർക്കർ അദ്ദേഹത്തിന്റെ സിക്സ് ഗ്ലോറിയസ് എപ്പക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു പുസ്തകത്തിൽ ഈ റേപ്പിനെ അതൊരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ടൂൾ എന്നും ഒരു റിലീജിയസ് വെർച്യൂ എന്നും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് നിയമപരമായ ഒരു രാഷ്ട്രീയ ആയുധം, ഒരു മതപരമായ നന്മയാണ് ബലാത്സംഗം, ഈ ചില സാഹചര്യങ്ങളിൽ അത് അനുഷ്ഠിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതിനൊരു നിലപാട് തറ മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1963 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 2002 കലാപം നടന്നത്. അത്തരത്തിലുള്ള ആശയപരമായ അടിത്തറ വികസിപ്പിച്ചും പ്രചരിപ്പിച്ചും പരസ്യമാക്കിയും ആളുകളെ മുഴുവൻ ഒരു വിവേചന ബുദ്ധിയില്ലാത്ത മരവിപ്പ് ബാധിച്ച ക്രൗര്യതയുടെ തടവറയിൽ തളച്ചിടാൻ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലൊക്കെ മനുഷ്യത്വ വിരുദ്ധമായി പെരുമാറാൻ മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ പിറകോട്ട് ശിലായുഗത്തിലേക്ക് നയിക്കുന്ന ഒരു ചുറ്റുപാട് ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്ക്, 2023 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ബഹുമാന്യനായ പ്രധാനമന്ത്രി സ്ത്രീകളെ ബഹുമാനിക്കേണ്ട വിധം പരസ്യമായിട്ട് ഉത്ബോധിപ്പിക്കുമ്പോൾ അവിടെ ഗുജറാത്തിൽ 11 ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസിലെ പ്രതികളെ ശിക്ഷക്കിളവ് നൽകി പുറത്തു കൊണ്ടുവന്ന് കാൽ തൊട്ട് ബന്ധിച്ചും ചെണ്ടമേളം നടത്തിയും പിന്നെ മധുരം വിതരണം ചെയ്തൊക്കെ ഒരു കൂട്ടം ആളുകൾ ആഘോഷിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അനുയായികൾ. ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ, ഇതുപോലെയുള്ള വാസ്തവ വിരുദ്ധമായ അവസരവാദം പലതരത്തിൽ BJP മറുപടി പറയേണ്ട സംഗതി മിഥുൻ വിജയകുമാർ, വലതു നിരീക്ഷകൻ. മിഥുൻ, ഈ റേപ്പിസ്റ്റുകളെ, കലാപകാരികളെ, ഈ കൊലപാതകികളെ രക്ഷിച്ചെടുക്കാൻ പ്രയത്നിച്ചത്, അവർ പുറത്തിറങ്ങി വന്നപ്പോൾ അവരെ മാലയിട്ട് ആദരിച്ചത് BJP ആണ്. സോ ഇത് BJPയുടെ വെറുപ്പിനുള്ള തിരിച്ചടിയാണോ? നോക്കൂ നിഷാദ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ BJP എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ നടക്കുമ്പോൾ അതിൽ ഒരുവിധം പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ചില ആൻറ്റി സോഷ്യൽ എലിമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഫ്രാക്ഷൻ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട്. അത് കോൺഗ്രസ് എടുത്ത് നോക്കിയാലും BJP എടുത്ത് നോക്കിയാലും CPIM എടുത്ത് നോക്കിയാലും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാതെ ആ കേസിലെ വിക്ടിമിനോടൊപ്പം നിൽക്കുക എന്നത് ഒരു പൊതുവേ ഉള്ളൊരു നിലപാടാണ്. ഏതൊരു എന്താ പറയുക, ഇങ്ങനത്തെയുള്ള വിഷയങ്ങളെ കുറച്ചുകൂടെ സീരിയസ് ആയി എടുക്കുന്ന ആളുകളൊക്കെ തന്നെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് എടുക്കാറുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബിൽക്കിസ് ബാനോ വിഷയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ BJP വിമർശിച്ചത് BJPക്കാർ തന്നെയാണ്. നമ്മൾ നാഷണൽ മീഡിയ ഡിസ്കഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ BJPയുടെ വക്താക്കൾ തന്നെ BJP എന്താ പറയുക ഈ ഒരു വിഷയത്തിൽ ഇവരെ എന്താ പറയുക ബിൽക്കിസ് ബാനോ വിഷയത്തിലെ ഈ പ്രതികളെ മാലയണിച്ച് സ്വീകരിക്കുകയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. VHPയുടെ പ്രവർത്തകരാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ചില ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് അവിടെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിനൊരു ബ്രോഡ് കാറ്റഗറൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ പാർട്ടികളും ഓരോ സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ BJPയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് 11 പ്രതികൾ ജയിൽ മോചിതരായി പുറത്തേക്ക് വരുമ്പോൾ മാലയണിഞ്ഞ് സ്വീകരിച്ചതിൽ BJPക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് വേണമെങ്കിൽ താങ്കൾക്ക് പറയാം. പക്ഷെ അവർ മോചിതരായതിന് പിന്നിൽ കോടതി വിധിയെ എന്താ പറയുന്നത് സൗകര്യപ്രദമായി ഉപയോഗിക്കുക, നിയമത്തെ അതിലംഘിച്ചു പോവുക എന്ന അതിക്രിയ BJP സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിന് ഉത്തരവാദിത്വം BJP പറയണമല്ലോ. ഗുജറാത്തിലെ BJP ഗവൺമെന്റാണ് ഈ ക്രിമിനലുകളെ, റേപ്പിസ്റ്റുകളെ, ഈ കലാപകാരികളെ, ഈ വർഗീയവാദികളെ പുറത്തിറക്കി വിടുന്നത്. നിഷാദ്, ഞാനിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കോടതി വിധിയെ മാനിച്ചുകൊണ്ട്, സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJP അത് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. BJP അത് പരിശോധിക്കണം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നേരത്തെ ഗോൾവൽക്കറിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പൊസിഷനാണ് ഇപ്പം എന്താ പറയുക, ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. BJP എന്തുകൊണ്ടും വളരെ മോശമായൊരു പാർട്ടിയാണ്, അവരുടെ നിലപാട് ഇതാണ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പ്രസംഗിക്കുന്നു, പക്ഷേ മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, റേപ്പ് എന്ന വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ അധികം പിറകിലേക്കോ ഗുരുജി ഗോൾവൽക്കറിൻ്റെ സമയത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ കർണാടക അസംബ്ലി സ്പീക്കർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയാണ്. അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിൽ വിമർശനം കോൺഗ്രസ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ വിഷയത്തിൽ. അന്ന് അദ്ദേഹം പറഞ്ഞത് റേപ്പ് സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതങ്ങ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞത് കർണാടകയിലെ മുൻ സ്പീക്കറാണ്. പിന്നെ
ഈ നമ്മുടെ രാജ്യത്തെ തന്നെ കുലുക്കിയ നിർഭയ കേസിൽ ഷീല ദീക്ഷിത്, ഇവരുടെ തന്നെ നേതാവായിരുന്ന ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഷീല ദീക്ഷിത് പറഞ്ഞത് എന്താ പറയുക, രാജ്യത്ത് എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു, ഇത് അനാവശ്യമായിട്ടൊരു സെൻസേഷണലൈസ് ചെയ്യപ്പെടുകയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ വളരെ നോർമലായി കാണണം എന്നായിരുന്നു ഷീല ദീക്ഷിത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതായിരുന്നു കോൺഗ്രസ് ഓരോ സമയത്തും ഇങ്ങനെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ വന്നപ്പോൾ ചരിത്രം കൊണ്ട് വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം, വിമർശിക്കാം. ഇത് പക്ഷേ ബിൽക്കിസ് ബാനു എന്ന് പറഞ്ഞ ഒരു ഇര അവരുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ നടത്തുന്ന ഒരു ഫൈറ്റാണ്, പ്രതികൾക്കെതിരെ നടത്തുന്ന ഫൈറ്റാണ്. നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് രാഷ്ട്രീയം പറയുന്ന കോൺഗ്രസിനോട് മറുപടിയും പറയാം. പക്ഷെ ബിൽക്കിസ് ബാനുവിനോട് നമ്മൾ പറയേണ്ട മറുപടി എന്താണ്? നമുക്ക് അവർക്ക് പ്രത്യാശയാവേണ്ടിയിരുന്ന, അവർക്ക് താങ്ങാവേണ്ട സ്റ്റേറ്റ് ഭരണകൂടം അവരെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു നിലയ്ക്കും ഒരു അരക്ഷിതാർത്ഥ ഫീൽ ചെയ്യുമ്പോഴാണ് അവരുടെ വിചാരണ അപ്പുറത്തേക്ക് കൊണ്ടുപോണ്ടി വരുന്നത്. ഒരിക്കലല്ല. എന്നിട്ടാണ് ഈ പ്രതികളെ ഇറക്കി വിടുകയും ചെയ്തത്. സുപ്രീം കോടതി വളരെ വിശദമായി പരിശോധിച്ചിട്ട് BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇതിൽ നീതി അട്ടിമറിച്ചു എന്ന് സ്പഷ്ടമായി എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇന്ത്യയിലെ റൂളിംഗ് പാർട്ടിയായ BJP, ഗുജറാത്ത് ഭരിക്കുന്ന BJP, അവരിൽ പിന്നെ നമുക്ക് എന്ത് ഹോപ്പാ മിഥുനുള്ളത്? നോക്കൂ, ബിൽക്കിസ് ബാനു വിഷയത്തിൽ നിഷാദ് ഇത്ര വൈകാരികമായി സംസാരിക്കുന്നതും അല്ലെങ്കിൽ ബിൽക്കിസ് ബാനുവിൻ്റെ സെന്റിമെന്റ്സിനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളും എല്ലാവരും അതിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഞാൻ നിഷാദിനോട് ചോദിക്കട്ടെ, ഗുഡിയ റേപ്പ് കേസ് എന്നൊരു റേപ്പ് കേസ് സംഭവിച്ചിരുന്നു ഹിമാചൽ പ്രദേശിൽ. വലിയ ചർച്ചാ വിഷയമായി. 2022 ഡിസംബറിൽ അവരുടെ കുടുംബം വന്നിട്ട് പറഞ്ഞു, എന്താ പറയുക, ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യാൻ ഒരാളെ കൊണ്ട് അത് സാധിക്കില്ല. അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് വലിയ രീതിയിൽ പ്രതികൂട്ടിലായ ഒരു വിഷയമാണത്. ആ ഒരു വിഷയം നിഷാദ് ചർച്ചയ്ക്കെടുത്തോ? നിഷാദിന് അന്ന് ഈ സെന്റിമെന്റ്സ് ഞാൻ കണ്ടില്ലല്ലോ. കഴിഞ്ഞ ഡിസംബറിൽ മീഡിയ വന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് പോലും ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ച എടുക്കുന്നത്. ഇവിടെ സെന്റിമെന്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓരോ റേപ്പ് വിക്ടിമിൻ്റെയും സെന്റിമെന്റ് ചർച്ച ചെയ്യപ്പെടണം. അത് ഗുഡിയാണെങ്കിലും അസിഫയാണെങ്കിലും ബിൽക്കിസ് ബാനു ആണെങ്കിലും ഇനി നമ്മുടെ നാട്ടിലെ ഒരുപാട് എന്താ പറയുക വാളയാർ കേസ് എടുക്കുകയാണെങ്കിലും വണ്ടിപ്പേട്ട കേസ് എടുക്കുകയാണെങ്കിലും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടണം. അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും സെന്റിമെന്റ്സിനെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില വിഷയങ്ങൾ നോർത്ത് ഇന്ത്യയിലെ ചില വിഷയങ്ങൾ, ആ വിമർശനത്തെ നിങ്ങൾക്ക് ഇവിടെ ഇന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ എന്ന് വിമർശനം ഉന്നയിക്കുന്നു. ആ വിമർശനത്തെ ഞാൻ മാനിക്കുന്നു. നോക്കൂ, ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെട്ട 14,000 ആളുകൾ കൊല്ലപ്പെട്ട ഒരു കലാപത്തിന്റെ ഒരു വംശഹത്യയുടെ റെപ്രസെന്റേഷനാണ് ബിൽക്കിസ് ബാനുവിന്റെ കേസ്. നമുക്കറിയാലോ, സാക്കിയ ജഫ്രിയുടെ കേസ് തോറ്റുപോയതാണ്. അവരുടെ ഭർത്താവ് പച്ചയ്ക്ക് ചുട്ടരിക്കപ്പെട്ട, ആ കുടുംബത്തിലെ ആളുകൾ പച്ചയ്ക്ക് ചുട്ടരിക്കപ്പെട്ട കേസാണത്. അപ്പോൾ അതിനകത്ത് നോക്കൂ, ഇതൊരു റെപ്രസെന്റേഷനാണ് ആ കലാപത്തിന്റെ. ഈ കേസ് പഠിക്കുന്നവർക്ക് ഈ കലാപത്തിന്റെ ഭീതിതമായ ആഴം എന്താണ് എന്ന് മനസ്സിലാവും. ഇതിനകത്ത് പ്രശ്നം ഒരു ഗവൺമെന്റും ഒരു പാർട്ടിയും ഒന്നാകെ ഈ റേപ്പിസ്റ്റുകളെ സംരക്ഷിക്കാനും അവരെ ഗ്ലോറിഫൈ ചെയ്യാനും പണിയെടുക്കുന്നത് നമ്മൾ തത്സമയം കാണുന്നു. ആ പാർട്ടിയാണെങ്കിൽ ഒരു റൂളിംഗ് പാർട്ടിയാണ്. അതിന് തലപ്പത്തിരിക്കുന്ന ആൾ എപ്പോഴും നാരി ശക്തി എന്ന് പ്രസംഗിക്കുന്ന ആളാണ്. ഒരു സ്പെഷ്യൽ ഓഡിറ്റ് നിശ്ചയമായും വേണ്ട കേസാണിത്. നോക്കൂ, ഞാൻ അതിനുള്ള മറുപടി ഞാൻ തരാം. ആക്ച്വലി ഈ ബിൽക്കിസ് ബാനു വിഷയത്തിൽ നമുക്ക് ബിൽക്കിസ് ബാനുവിന് നീതി ലഭിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യ തകർച്ച ഉണ്ടാവുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോഴും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് എന്തിനും ഏതിനും മുകളിൽ എന്ന് തെളിയിക്കുന്ന ഒരു കേസാണ് ബിൽക്കിസ് ബാനു കേസ്. അതാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. എത്ര ആണെങ്കിലും ഏത് പൊളിറ്റീഷ്യൻ ആണെങ്കിലും ആരാണെങ്കിലും അവർക്കൊക്കെ തന്നെ ഇതിൽ എന്താ പറയുക, ഒരു വിക്ടിമിനെ എല്ലാ കാലത്തും വിക്ടിമൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് എന്നൊരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷം കൂടിയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിഷാദ് ഇവിടെ പറഞ്ഞല്ലോ, എന്താ പറയുക, വലിയ തോതിൽ ഒരു റൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റൈറ്റുമായി ചേർന്ന് നിൽക്കുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതൊരു റെപ്രസെന്റേഷനിലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിഷാദ്, ബംഗാളിലും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അധികം ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. ബംഗാൾ ഇലക്ഷന് ശേഷം അവിടെ തെരഞ്ഞു പിടിച്ച് BJP പ്രവർത്തകരുടെ വീട് ആക്രമിക്കുകയും അല്ലെങ്കിൽ ഈ റൈറ്റ് വിങ് അനുഭവമുള്ള ആളുകളുടെയൊക്കെ വീട്ടിൽ ആക്രമിക്കുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും മൈനർ കുട്ടികളെ റേപ്പ് ചെയ്യുകയും അങ്ങനത്തെ എത്രയോ കേസുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിനെന്തുകൊണ്ടാണ് ഈ ഒരു സെന്റിമെന്റൽ വാല്യൂ കിട്ടാത്തത്? ആ സെന്റിമെന്റൽ വാല്യൂ കിട്ടാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? ഇത് തീർച്ചയായിട്ടും പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു. ഇവിടെ ബിൽക്കിസ് ബാനു വിഷയം എടുത്തു കഴിഞ്ഞാൽ ആക്രമണങ്ങൾ പലകുറി ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. മൈനർ കുട്ടികളെ റേപ്പ് ചെയ്യുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കൽക്കട്ട ഏകപക്ഷീയമായ ആക്രമണം കൽക്കട്ട കോടതിയുടെ ഉത്തരവാണ്. കൽക്കട്ട കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നിഷാദ്. ഇത് കൽക്കട്ട ഹൈക്കോർട്ടിന് എന്താ പറയുക, അവർ ഹൈക്കോർട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അവിടെ കോട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, കൽക്കട്ട ഹൈക്കോടതി BJPയുടെ സ്വാധീനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നത് അവിടെ നിന്ന് പലായനം ചെയ്തു പോയ എത്രയോ ആളുകളുണ്ട്. ഇന്നും അവരുടെ വീടുകളിലേക്ക് അവർക്ക് മടങ്ങി വരാൻ പറ്റുന്നില്ല. അവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ ഹൈക്കോടതി തന്നെ മണിപ്പൂരിൽ കണ്ടത്.
അല്ല, നിങ്ങൾക്ക് മണിപ്പൂർ വലുതാണ്, അതേപോലെ തന്നെ എനിക്ക് ബംഗാൾ വലുതാണ്. അപ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങൾ മണിപ്പൂരിനെയും ബിൽക്കിസ് ബാനോ വിഷയം മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഗുഡിയ വിഷയം നിങ്ങൾ മറച്ചു വെക്കുക, ബംഗാൾ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വളരെ വ്യക്തമല്ല. മനുഷ്യർ ആക്രമിക്കപ്പെടുന്ന സംഗതികളെല്ലാം പ്രധാനമാണ്. ഇത് നോക്കൂ, ഇതിനകത്ത് ഭരണകൂടം എടുക്കുന്ന റേപ്പിസ്റ്റുകളുടെ പാർട്ടിയായിട്ട് ഒരു പാർട്ടി മാറുകയാണ്. ആ പാർട്ടിയോട് നമ്മൾ ചോദ്യം ചോദിക്കണ്ടേ, ആ പാർട്ടി ഉത്തരം പറയണ്ടേ? അപ്പോഴല്ലേ ഈ എപ്പിസോഡ് കംപ്ലീറ്റ് ആവുള്ളൂ. റേപ്പിസ്റ്റുകളുടെ പാർട്ടി ഒരു പാർട്ടി മാറുകയാണെന്ന് താങ്കൾ പറയുമ്പോൾ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നിഷാദ്. താങ്കൾ എത്ര നിരുത്തരവാദിത്തപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അല്ലാതെ ഈ റേപ്പിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന, അവരെ ജസ്റ്റിഫൈ ചെയ്യുന്ന, അവർക്ക് വേണ്ടി പണിയെടുത്തു എന്ന് കോടതി പറയാണ്. അല്ല, ഞാൻ പറയട്ടെ നിഷാദെ, അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ സിസ്റ്റർ അഭയ കേസിൽ PMO നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതൊരു സൂയിസൈഡാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന CBI ഉദ്യോഗസ്ഥൻ അന്ന് പറയുകയുണ്ടായി. അപ്പോൾ അന്ന് നിഷാദ് ഇതുപോലെ തന്നെ പറഞ്ഞു അത് റേപ്പിസ്റ്റുകളുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നൊരു അലിഗേഷൻ അതിന്റെ CBI എന്താ പറയുക ഓഫീസർ തന്നെ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറയുമ്പോൾ അന്ന് നിഷാദ് ഈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ താങ്കൾക്ക് നമ്മുടെ അല്ല, അങ്ങനെയാണെങ്കിൽ എല്ലാ പാർട്ടികളും ഒരു പാർട്ടിയെ മാത്രം താങ്കൾ BJP വിമർശിച്ചുകൊള്ളൂ. ഞാനും ഈ കേസിൽ BJP വിമർശിക്കുകയാണ്. പക്ഷെ താങ്കൾ ഇങ്ങനെ ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ താങ്കൾ പറയേണ്ടത് ഇവിടുത്തെ എല്ലാ പാർട്ടികളും ഇതുപോലെ തന്നെ റേപ്പിസ്റ്റുകളുടെ പാർട്ടിയാണെന്ന് പറയൂ. എന്താ വാളയാർ കേസിൽ എന്താ സംഭവിച്ചത്? മറ്റ് കേസുകൾ, കേരളത്തിലെ ഒരുപാട് കേസുകളുണ്ടല്ലോ നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി. സൂര്യനെല്ലി കേസ് എടുക്കാം, നമുക്ക് എത്ര കേസുകൾ കിടക്കുന്നു നിഷാദ്. അപ്പം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളെയും നമുക്ക് ഇതിൽ പ്രതികൂട്ടിലാക്കി സംസാരിക്കണമെങ്കിൽ എല്ലാവരും റേപ്പിസ്റ്റുകളാണെന്നൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് താങ്കൾ പറയൂ, അല്ലെ എല്ലാ പാർട്ടികളും റേപ്പിസ്റ്റുകളുടെ പാർട്ടിയാണെന്ന് പറയാനുള്ള ആർജവം നിഷാദിനുണ്ടോ ഇവിടെ ഇരുന്നുകൊണ്ട്? ഇല്ല. നിഷാദിന്റെ ടാർഗറ്റ് എന്താണ്? BJP. ഇവിടുത്തെ അജണ്ട എന്താണ്? ബിൽക്കിസ് ബാനോ കേസ് വന്നു കഴിഞ്ഞാൽ BJP ആക്രമിക്കുക. അപ്പോൾ ഒരു പാർട്ടി മാത്രം നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മറ്റ് ഇതുപോലുള്ള കേസുകളുടെ യഥാർത്ഥ ഇഷ്യൂ നമ്മൾ ഇവിടുത്തെ യഥാർത്ഥ ഇഷ്യൂ ചർച്ച ചെയ്യാതെ സമാനമായ ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഈ കേസിൽ BJPയുടെ റോളിനെ കുറിച്ച് താങ്കളുടെ ടേക്ക് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക കോടതി ഈ പറയുന്ന പോലെ ശിക്ഷിക്കപ്പെട്ട 11 കുറ്റവാളികൾ അവരുടെ ടേം കംപ്ലീറ്റ് ചെയ്യണം എന്ന നിലപാടാണ് ഞാൻ ഇതിനു മുമ്പും ദേശീയ മാധ്യമങ്ങളൊക്കെ സ്വീകരിച്ചത്. അവർ പുറത്തിറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കുറുക്കുവഴികൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു സംസ്ഥാന ഭരണകൂടം, അത് കോടതി കണ്ടെത്തി കൃത്യമായി ആ സംസ്ഥാന ഭരണകൂടത്തെ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണോ ഇല്ലയോ? അല്ല, അത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നമ്മുടെ സിസ്റ്റത്തിന് കുറ്റം പറയാം, കാരണം നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ നമ്മൾ അവരെ പുറത്തിറക്കണം എന്നുള്ളത്. നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പം എന്ന് പറയുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് അടക്കം ഉൾപ്പെടുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഞാൻ ചില പ്രീസിഡൻസ് കോട്ട് ചെയ്തതും മറ്റു ചില പാർട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ എന്താ പറയുക, ചില VIP ട്രീറ്റ്മെന്റ് കിട്ടുന്ന ചില എന്താ പറയുക പ്രതികളൊക്കെ ഉണ്ട്, വലിയ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ഉണ്ട്. അവർക്ക് അവരുടെ കുടുംബത്തിനെ കാണാനുള്ള സൗകര്യം, അവർക്ക് അവരുടെ എന്താ പറയുക റൂമിനകത്ത് വലിയ രീതിയിലുള്ള VIP ട്രീറ്റ്മെന്റ് കിട്ടുക, ഇതൊക്കെ എല്ലാ ഭരണകൂടവും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഇതിന് നമുക്ക് വേണേൽ സിസ്റ്റത്തിന് ബ്ലെയിം ചെയ്യാം. പക്ഷേ ഒരു പാർട്ടി മാത്രം റേപ്പിസ്റ്റുകളുടെ പാർട്ടി, മറ്റെല്ലാവരും പരിശുദ്ധരെന്ന് പറഞ്ഞൊരു ചർച്ച കൊണ്ടുപോയാൽ അത് വളരെ തെറ്റായി പോവില്ലേ നിഷാദ്? VPP മുസ്തഫ, ഈ കേസിലെ വിധി നോക്കൂ. സാക്കിയ ജഫ്രിയുടെ കേസിൽ നിരാശപ്പെടുത്തുന്ന വിധി ഉണ്ടാവുകയും പക്ഷേ ഇതിൽ വലിയ തോതിലുള്ള ഒരു ആശ്വാസത്തിന്റെ കിരണമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വിധി പ്രസ്താവം സമ്പാദിക്കാൻ ബിൽക്കിസിന്റെ പോരാട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്തുമാത്രം ഒരു ചലനമുണ്ടാക്കാൻ, ഇന്നത്തെ ഇന്ത്യൻ സിനാരിയോയ്ക്കകത്ത് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു വിധി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? അതോ ഇത് ബിൽക്കിസിനൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷം മനുഷ്യർക്ക് സമാധാനം ഉണ്ടാക്കുന്ന ഒന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രവർത്തന ശേഷി എന്തുമാത്രമുണ്ട്? തീർച്ചയായിട്ടും എല്ലാ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും വലിയ ആശ്വാസത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയുമാണ് ഇന്ന് ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധിയെ കാണുന്നത്. കാരണം ഇവിടെ BJPക്ക് കൂടി വേണ്ടി സംസാരിക്കുന്നു എന്ന് വന്നിട്ടുള്ള വലതുപക്ഷ പ്രതിനിധി പറയുന്നത് പോലെ, മിഥുൻ പറയുന്നത് പോലെ, രാജ്യത്ത് നടന്ന വിവിധ ബലാത്സംഗ കേസുകൾ പോലെ കാണേണ്ട ഒന്നല്ലല്ലോ ഇത്. ഏത് കേസാണ്? ഇപ്പോ അദ്ദേഹം ധാരാളം കേസുകൾ പരാമർശിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെയെല്ലാം ഉള്ള ബലാത്സംഗ കേസുകൾ പരാമർശിക്കാൻ ശ്രീ മിഥുന് സാധിച്ചത്? നമ്മുടെ പൊതുസമൂഹം, മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പലയിടത്തും നടന്നത്. പക്ഷെ അതെല്ലാം ഇപ്പോഴും മിഥുനെ പോലെ ഒരാളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കേസ്, ബലാത്സംഗ കേസ് എവിടെയെങ്കിലും നടന്നത് ഗൗരവമായ വിഷയമായിട്ട് വന്നിട്ടുള്ളത് ആരും ചർച്ച ചെയ്യാതെ പോയിട്ടില്ല. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താ? ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ മേൽ പിന്നെയും ക്രൂരത അരങ്ങേറുകയല്ലേ. ഭരണകൂടം
അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഇരകളോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? എന്നാൽ 2002 ഗുജറാത്ത് വംശഹത്യാ സംഭവത്തിൽ അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? ബിൽക്കിസ് ബാനു കേസ് ഒറ്റപ്പെട്ട ഒന്നല്ലല്ലോ. മലയാളിയായിട്ടുള്ള അക്കാലത്ത് ഗുജറാത്തിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന RB ശ്രീകുമാർ, അദ്ദേഹം എന്തുമാത്രം വേട്ടയാടപ്പെടുകയാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. ആലപ്പുഴക്കാരനായിട്ടുള്ള ഇന്ത്യൻ പോലീസ് സർവീസിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഗുജറാത്തിലാണ് ജോലി ചെയ്യേണ്ടി വന്നത്. അത് ഈ 2002 കലാപത്തിന്റെ കാലത്തായിപ്പോയി. അവിടെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മലയാളി എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം നിലപാടെടുത്തതിന്റെ പേരിൽ റിട്ടയർ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സർവീസ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടുകയല്ലേ. ഇങ്ങനെ സഞ്ജയ് ഭട്ടിന്റെ അനുഭവം നമ്മുടെ മുന്നിലില്ലേ? ജസ്റ്റിസ് ലോധ ഇപ്പൊ എവിടെയുണ്ട്? അദ്ദേഹത്തെ ഈ ഭൂമുഖത്തുനിന്നേ പറഞ്ഞയച്ചില്ലേ? അദ്ദേഹത്തെ കൊന്നുകളഞ്ഞില്ലേ? ഇത് നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളല്ലേ? അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനത്തിനുമെല്ലാം ഫാഷിസം ഈ നമ്മുടെ വാതിലിൽ വന്ന് മുട്ടുമ്പോഴും പ്രതീക്ഷയുടെ തുരുമ്പുകളുണ്ട് എന്ന് വലിയ നിലയിൽ നമുക്ക് ഒരു വലിയ ആവേശം നൽകുന്ന അല്ലെങ്കിൽ സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയായിട്ട് ബിൽക്കിസ് ബാനു കേസ് വരുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹാത്രാസിൽ നടന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്നതോ പോലെയുള്ള ഒരു കത്വയിൽ നടന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്ന പോലുള്ള ഒരു കേസ് പോലെ ഒതുക്കി നിൽക്കേണ്ട ഒന്നല്ല. 2002 ഗുജറാത്ത് വംശഹത്യക്ക് അന്ന് അതിന്റെ ഭാഗമായിട്ട് കേസിൽ പെടുകയും വിചാരണക്ക് വിധേയനാകാൻ നിർബന്ധിതമാകുകയൊക്കെ ചെയ്ത ആളുകളാണല്ലോ ഇപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കസേരയിൽ ഇരിക്കുന്നത്. അവരുടെ എല്ലാം കാലത്താണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരും ഈ അമിത്ഷാക്കെതിരെ കേസ് കൈകാര്യം ചെയ്ത ജഡ്ജിയുടെയും എല്ലാം ദൗർഭാഗ്യകരമായ അവസ്ഥ നമുക്ക് കാണേണ്ടി വന്നിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബിൽക്കിസ് ബാനുവിന്റെ കേസ് വരുന്നത്. അവര് 5 മാസം ഗർഭിണിയാണ് ആ സമയത്ത് ഈ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുമ്പോൾ. ഒരു തവണയല്ല കേട്ടോ, ഏതാണ്ട് 20 or 21 ആളുകളാണ് അവര് ഈ ഏതാണ്ട് നശിച്ചുപോയ പാതി ഓർമ്മയിൽ നിന്ന് പിന്നീട് വീണ്ടെടുത്ത് പറയുന്നത്. 5 മാസം ഗർഭിണി, അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് 3 വയസ്സുള്ള മകളെ കല്ലിന് തലയടിച്ച് കൊന്നുകളയുന്നു. അവരുടെ ഭർത്താവ് ഉൾപ്പെടെ 11ഓളം ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൊന്നുകളയുന്നു. ബിൽക്കിസ് ബാനു പോലും ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിക്രൂരമായ പീഡനത്തിന് വിധേയമായി മരിച്ചു എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ചു പോയതാ കലാപകാരികൾ. അല്ലെങ്കിൽ ഈ കേസ് നടത്താൻ ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും പ്രതീക്ഷാ നാളമായിട്ട് ഈ ബിൽക്കിസ് ബാനു ജീവിച്ചിരിക്കില്ലായിരുന്നു. അന്ന് 22 വയസ്സോ മറ്റോ അവർക്കുണ്ടായിരുന്നുള്ളൂ. 10-22 വർഷമായില്ലേ അവരിങ്ങനെ കേസുകൾ നടത്തി. ഗുജറാത്തിലെ വിചാരണ കോടതി തൊട്ട് സുപ്രീം കോടതി വരെ എത്ര തവണ അവർക്ക് കയറി ഇറങ്ങേണ്ടി വന്നു. അവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ ഏതെല്ലാം നിലയിൽ വേട്ടയാടി. ഇസ്ലാസിൽവാദിന്റെ അവസ്ഥ നമ്മുടെ മുന്നിലില്ലേ? രാജ്യത്ത് മുഴുവൻ അവരെ വേട്ടയാടാൻ പല തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ബിൽക്കിസ് ബാനുവിനെയും ഗുജറാത്ത് വംശഹത്യയിലെ ഇരകളെയും അവരോടൊപ്പം നിന്നുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഇസ്ലാസിൽവാദിനെയെല്ലാം എത്രമാത്രം ഭീകരമായ നിലയിലാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഭരണ സംവിധാനം. അവിടെ വിട്ടില്ലല്ലോ, അവിടെ അവസാനിപ്പിച്ചില്ലല്ലോ. അപ്പോ ഇവിടെ മിഥുൻ പറയുന്നത് പോലെ BJPയും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവും അതിന്റെ ഭരണ സംവിധാനവും ഗുജറാത്ത് വംശഹത്യയിലെ ഇരകളോടൊപ്പമല്ല നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു സുപ്രീം കോടതി ഇന്ന് സൂചിപ്പിച്ച പോലെ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് ഒരു വിധി ഉണ്ടാക്കിയെടുത്ത് അതിന്റെ മറവിൽ ബിജെപിക്കെതിരെ ആ നിലയ്ക്കുള്ള വിമർശനമുണ്ട്. VPP മുസ്തഫ, ഞാൻ ചോദിക്കുന്നു, നോക്കൂ, ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവം ഇതിനെ പറയാം. നോക്കൂ, ഇത് BJPക്ക് വളരെ ഡയറക്റ്റായിട്ട് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നുമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സിനാരിയോയിൽ ഈ സംഗതി BJPക്കെതിരെ എടുത്ത് പ്രയോഗിക്കുക എന്ന് വെച്ചാൽ ഗുജറാത്ത് വംശഹത്യയെ, കലാപത്തെ ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഈ വിഷയം ഉപയോഗിക്കൽ. അത് ആത്യന്തികമായി ആർക്ക് ഗുണപ്പെടുമെന്നുള്ള ആലോചന ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ പ്രവർത്തനശേഷി, ഇതിൻ്റെ ഉപയോഗ സാധ്യത പ്രതിപക്ഷ ചേരി, കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ എന്തുമാത്രം ഉണ്ട് എന്ന്. ഇത് ഫൈനലി ഇത് കൂടുതൽ പറയുന്നത് ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? അല്ല, നമുക്ക് ഈ ഇന്ത്യയെ രക്ഷിക്കണ്ടേ? നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ അതിനെ പിടിച്ചുയർത്തണ്ടേ? നമ്മളിങ്ങനെ ഈ ഫാഷിസത്തിന്റെ കാലൊടിയച്ച കേട്ടിട്ട് അതിനോട് സമരസപ്പെട്ട് അയ്യോ അവരിങ്ങനെ വളരെ തീവ്രമായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മളൊരു മൃദുവായ സമീപനം സ്വീകരിച്ചു പോകാം എന്ന നിലപാട് സ്വീകരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ? കോൺഗ്രസ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുറച്ചു കാലമായിട്ട് ആ സമീപനം സ്വീകരിച്ചു നോക്കിയല്ലോ.
RSSന്റെ തീവ്ര ഹിന്ദുത്വത്തിന് പകരം മൃദു ഹിന്ദുത്വ നിലപാടുകൾ. എന്നിട്ട് മധ്യപ്രദേശിൽ രക്ഷപ്പെട്ടോ? എന്നിട്ട് രാജസ്ഥാനിൽ രക്ഷപ്പെട്ടോ? നിങ്ങൾ നോക്ക് എന്താ അവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന തിരക്ക്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജനുവരി 22-ന് അയോധ്യയിലേക്ക് പോകാനുള്ള പുതിയ സാരി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ്. കർണാടകമാണ് സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസുകാർ പറയുന്നത് വലിയ വിജയമായിരുന്നു. തീർച്ചയായിട്ടും നമുക്കുൾപ്പെടെ പറയാം മതനിരപേക്ഷവാദികൾക്ക്. പക്ഷെ ഇന്ന് ആ വിജയത്തിന് കർണാടകത്തിൽ നേതൃത്വം കൊടുത്ത കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവ് DK ശിവകുമാറിന്റെ പ്രസ്താവന എന്താ? അവിടെ ഗവൺമെന്റ് എടുത്ത തീരുമാനം എന്താ? കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് ജനുവരി 22-ന് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏതാണ്ട് 34,000-ഓളം ക്ഷേത്രങ്ങളിൽ അയോധ്യയിലെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് കർണാടകത്തിലെ ഈ സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തണം എന്ന് തീരുമാനമെടുക്കുകയാണ്. ഇങ്ങനെ സമരസപ്പെട്ടു പോയാൽ അതിന്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഒരു പ്രായോഗിക തലത്തെക്കുറിച്ചാണ്. അല്ലാതെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഫാസിസം അതിന്റെ ഗോൾ അടിക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആരൊക്കെ ഇതിന് തയ്യാറാവും? ആർജവത്തോടെ ആ മതനിരപേക്ഷ രാഷ്ട്രീയം, വിപത്തിനെതിരായ രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നുള്ള ചോദ്യമാണ് അവിടെ ഉള്ളത്. അല്ല, ശ്രീ KP നൗഷാദ് അലി, ഇന്നിപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ വിഷയത്തിലെ സുപ്രീം കോടതി വിധിയെ പ്രകീർത്തിച്ചുകൊണ്ട് ട്വീറ്റുകൾ ഇട്ടിട്ടുണ്ട്. കോൺഗ്രസ് അത് മുന്നോട്ട് കൊണ്ടുപോകുമോ അതോ ഈ ട്വീറ്റിൽ അവസാനിപ്പിക്കുമോ? അല്ല, കോൺഗ്രസ് ഇത് അങ്ങ് പിരിച്ചുവിടാം. എന്നിട്ട് പിണറായി വിജയൻ ഈ രാജ്യത്തെ BJPക്കെതിരെയുള്ള പോരാട്ടം നയിക്കട്ടെ. അതാണല്ലോ ഇപ്പൊ ഇവർ പറഞ്ഞു വരുന്നത്. എവിടെയും കോൺഗ്രസിനെ വിമർശിക്കാനുള്ളൊരു അവസരമാക്കിയിട്ട് ഇനി ബിൽക്കിസ് ബാനു പിന്നെ റേപ്പ് കേസ് ആവട്ടെ, രാജ്യത്ത് നടക്കുന്ന മറ്റെന്തും ആവട്ടെ, ഇവിടെ മലബാറിലോ കേരളത്തിലുള്ള 4 മുസ്ലിം വോട്ട് കിട്ടി ഇവിടെ പിണറായി വിജയനെ കത്തിജ്വലിക്കുന്ന സൂര്യൻ എന്നത് അതിലും വലിയ വലിയ നക്ഷത്രമൊക്കെ ആയി മാറണം എന്ന് മാത്രം കരുതുന്ന ഈ എട്ടാപട്ടത്തിലെ കിണറ്റിലെ ഈ പൊട്ടക്കിണറ്റിലെ തവളകളോടൊക്കെ എന്ത് ഫാസിസ്റ്റ് വിരുദ്ധത സംസാരിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഇവർക്ക് വല്ല ലക്ഷ്യം അറിയോ? ഈ രാജ്യത്ത് ചരിത്രത്തിലുടനീളം കോൺഗ്രസ് വിരുദ്ധത ചവച്ചു തുപ്പി BJPയെ ചേർത്ത് പിടിച്ച് 77 സർക്കാർ ഉണ്ടാക്കി, 89 സർക്കാർ ഉണ്ടാക്കി, ഭസ്മാസുരന് വരം കൊടുത്ത പോലെ അവരെ വളർത്തിവിട്ടവരൊക്കെ ഇന്ന് മോങ്ങുകയാണ്. കോൺഗ്രസ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞങ്ങൾക്ക് സൗകര്യമില്ല ഭായി നിങ്ങൾ ഈ പറയുന്ന മാതിരി ഒന്നും ചെയ്യാൻ. ഞങ്ങൾക്കറിയാം എങ്ങനെ പിന്നെ വർഗീയതയെ നേരിടണം, എങ്ങനെ ഫാസിസത്തെ നേരിടണമെന്ന്. ഞങ്ങൾ ആ വഴി അങ്ങ് പോയിക്കോളാം. നിങ്ങളുടെ ഉപദേശവും വേണ്ട, നിങ്ങളുടെ ആഹ്വാനവും വേണ്ട, നിങ്ങളുടെ നിർദ്ദേശവും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ആ പശ്ചിമ ബംഗാളില് മമതയുടെ കൂടെ നിന്നിട്ട് അവിടെ ഒന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടൊന്ന് മത്സരിക്കാൻ നോക്ക്. ഞങ്ങളേതായാലും മമതയായിട്ട് സീറ്റ് ചർച്ച നടത്തുകയാണ്. അതിന് ഹൈക്കമാൻഡ് പ്രതിനിധിയെ നിയോഗിച്ചു കഴിഞ്ഞു. നിങ്ങൾ അവിടെ മമതയുടെ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ അവിടെ കൽക്കട്ടയിൽ റാലി നടത്തി അതിന്റെ ചിത്രവുമായിട്ട് അഭിരമിക്കുകയാണ്. നിങ്ങളുടെ പ്രവൃത്തിയും വാക്കും തമ്മിൽ വല്ല ബന്ധമുണ്ടോ സുഹൃത്തെ? നിങ്ങളെ പിണറായി വിജയന്റെ അടിമകളായിട്ട് കാലാകാലം പിണറായി വിജയനും വീണയും റിയാസും ഒക്കെ കേരളം ഭരിച്ചാൽ മതി എന്ന് ഈ വിഷയത്തെ നരേന്ദ്രമോദിയുടെ നാരി ശക്തി പ്രഖ്യാപനം പൊള്ളയാണെന്ന് കാണിക്കാൻ പറ്റിയ ഒരു എലമെന്റ് ആണല്ലോ ഇത്. ഇതിനെ ആ നിലയ്ക്ക് എന്തുമാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന് ചോദിക്കാം. കട്ടായി. അല്ല, ഒരു സെക്കൻഡ് ശ്രീ നൗഷാദ് അലി, താങ്കളുടെ കണക്ഷനിൽ പ്രശ്നമുണ്ട്. ഞാൻ ഒന്ന് ഓടി വരാം. ശ്രീ മിഥുൻ, ഇതിനകത്തൊരു കാര്യമുള്ളത് നോക്കൂ, നാരി ശക്തി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് അദ്ദേഹം കിട്ടുന്ന വേദികളിലെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടുടനെ ബിൽക്കിസ് ബാനു കേസിന്റെ വിധി വരുന്നത്. ബിൽക്കിസ് ബാനുവിന് BJP ഭരണകൂടത്തിന്റെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സഹായവും ഒരു ഘട്ടത്തിലും കിട്ടാത്ത ആളാണെന്ന് മാത്രമല്ല, അവരുടെ നീതി തട്ടിത്തെറിപ്പിക്കാൻ പലകുറി ശ്രമിച്ചിട്ടുണ്ട് അവർ. ഫൈനലി സുപ്രീം കോടതിയിൽ നാഗരത്ന ജഡ്ജി എഴുതി വെക്കുന്നതിനകത്ത് പോലും BJP ഭരണകൂടം എങ്ങനെയാണ് നീതിയെ തട്ടിക്കളയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതിൻ്റെ സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം നാരി ശക്തിയെക്കുറിച്ച് പറയുന്ന മോദി, ഒരു നാരി അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരിക്കൽ പോലും സഹായിക്കാത്ത, തിരിഞ്ഞു നിന്ന ഒരു പാർട്ടിയുടെ തലപ്പത്താണ് ഇരിക്കുന്നതെന്ന വൈരുദ്ധ്യമുണ്ടോ ശ്രീ മിഥുൻ? ഈ ഒരു വിഷയത്തിൽ ബിൽക്കിസ് ബാനുവിന് എന്ത് തരം സപ്പോർട്ടാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എന്ത് സപ്പോർട്ടാണ് കൊടുക്കാതിരുന്നത് എന്ന കാര്യം കൂടെ നിഷാദ് പറയണം. കാരണം സുപ്രീം കോടതിയുടെ വിമർശനം അവിടെ ഇരിക്കവേ ഞാൻ ചോദിക്കുകയാണ്, BJPയുടെ ഏതെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ ഈ കേസിനെ തള്ളിപ്പറയുകയോ, അല്ലെങ്കിൽ കലാപാനന്തരം ഗുജറാത്ത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയായിരുന്നു. അവിടുത്തെ പോലീസ് കണ്ടെത്തി അവസാനിപ്പിക്കാൻ CBI വരുന്നത്. CBI അന്വേഷിച്ചപ്പോൾ 11 പേരെ കിട്ടി. അപ്പൊ ഇവിടെ അനുകൂല സാഹചര്യം ഇല്ലാന്ന് വെച്ചാൽ അവിടുന്ന് മാറ്റേണ്ടി വരുന്നതുകൊണ്ടാണ്. അന്തരീക്ഷവും സംസ്ഥാനത്തെ BJP സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ലാത്തതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ പോയി വാദിക്കേണ്ടി വരുന്നത്. പോരെ?
അല്ലല്ല, അതൊരു ഫെയർ ട്രയൽ പ്രോസസ്സ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോടതിയുടെ പ്രക്രിയയാണ്. അല്ലാതെ അതിനർത്ഥം ഗുജറാത്തിൽ അവർക്ക് നീതി ലഭിക്കില്ല എന്നല്ല. ഒരു ഫെയർ ട്രയൽ ഉറപ്പുവരുത്താനും, കാരണം അത്രയധികം സെൻസേഷണലായ ഒരു കേസ് ആയതുകൊണ്ടും മഹാരാഷ്ട്രയിലേക്ക് ആ കേസ് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ട്രയൽ നടന്നു, അവർക്ക് എന്താ പറയുക നീതി ലഭിച്ചു. അവരുടെ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഈ പറയുന്ന എന്താ പറയുക BJP-യിൽ നിന്നുള്ള ആളുകൾ പോലും പ്രഖ്യാപിക്കുന്നത് നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഇവിടെ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ നോക്കണ്ട ആ ഒരു വിഷയം. മിഥുൻ എന്ന് പറയാമോ, BJP-യിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആരാണ് അവരുടെ നിയമ പോരാട്ടത്തിന് ഇതിന് മുൻപ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് BJP-യുടെ വക്താക്കൾ ഒരുവിധ ആളുകളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ എനിക്കറിയില്ല, പക്ഷേ ഷെഹസാദ് പൂനാവാല എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ പല ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ബിൽക്കിസ് ബാനോ വിഷയത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ BJP-യുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് BJP സർക്കാരിന്റെ താങ്കൾ ആര് പിന്തുണ പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP-യുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺസ് പോലും ബിൽക്കിസ് ബാനോ വിഷയത്തിൽ ബിൽക്കിസ് ബാനോയുടെ ഒപ്പമാണെന്ന് പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അവരുടെ സ്റ്റേറ്റിന്റെ ഭരണകൂടം, കലാപാനന്തര ഭരണകൂടം നരേന്ദ്രമോദിയുടേതാണ്. ആ ഭരണകൂടം ഈ കേസ് അട്ടിമറിക്കാൻ നോക്കിയത്. അല്ല, ഞാൻ പറയട്ടെ, ഇതൊരു സെലക്റ്റീവ് ഇഷ്യൂ ആണ്. കാരണം ഇതിൽ ചില എന്താ പറയുക, ഒരു പാർട്ടിയുടെ ചില ആളുകൾ അല്ലെങ്കിൽ ചില ശക്തികൾ, അതിനകത്തുള്ള ചില ശക്തികൾക്ക് അത് ആവശ്യമായിരുന്നു. അത് ഇവിടെയുണ്ടല്ലോ. ഇപ്പം നേരത്തെ ഇടത് സഹയാത്രികൻ അല്ലെ CPM-ന്റെ പ്രതിനിധി സംസാരിക്കുകയായിരുന്നു. വലിയ രീതിയിലാണ് അദ്ദേഹം ഈ ബിൽക്കിസ് ബാനോ കേസിനെയൊക്കെ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ, കോളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ചില ശക്തികൾക്ക് പറ്റുമോ? അതിന് തലപ്പത്ത് വളരെ വിൽ പവറുള്ള ഒരു ലീഡർ ഉണ്ടെങ്കിൽ? അല്ല, അങ്ങനെയാണ് വണ്ടിപ്പെരിയാർ കേസ് എന്താ? നമുക്ക് അതിനും താരതമ്യം നിങ്ങൾ ചോദിച്ചോ? കേസിൽ പ്രതിയെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചോ? ഇത് അല്ല, അതിലെന്തായിരുന്നു SC/ST സർക്കാർ നിയമം ദുരുപയോഗം ചെയ്തിട്ടുള്ളത്? SC/ST ഞാൻ പോലീസിന്റെ അന്വേഷണത്തിലേക്ക് വരുന്നത്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണ് പ്രതി എന്ന കാര്യം, വിഭാഗത്തിൽപ്പെട്ട ആളല്ല പ്രതി എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. SC/ST-യിൽ നിന്നും അദ്ദേഹം മതപരിവർത്തനം നടത്തിയിട്ട് മറ്റു മതത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്റ്റാറ്റസ് ക്യാൻസൽ ആവുന്നുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുമ്പം ആ പോലീസ് ആരെയായിരുന്നു സഹായിക്കാൻ ശ്രമിച്ചത്? ആ പോലീസ് ആരുടെ പോലീസാണ്? അപ്പോൾ അവിടെ എന്താ സർക്കാർ പ്രതിക്കൂട്ടിലാവുന്നില്ലേ? അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഒരു പക്ഷത്തുള്ള വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നത്? മറുഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ചോദിക്കുക എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. അതാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചുകൊണ്ടിരുന്നതും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ബിൽക്കിസ് ബാനോ വിഷയത്തിൽ ബിൽക്കിസ് ബാനോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചർച്ച തുടങ്ങിയത് പോലും. സിസ്റ്റത്തിന്റെ ഇഷ്യൂ ആണ്, അത് മാറ്റിയെടുക്കണം. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും, നിഷാദ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതുപോലെ തന്നെയാണ്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡെലിബറേറ്റ് ഡിസിഷൻ ആൻഡ് പോളിസിയാണ് എന്നേ കാണാൻ പറ്റുള്ളൂ. എല്ലാ പാർട്ടികളുടെയും. ഒരു പാർട്ടി എന്ന് താങ്കൾ പറയുമ്പോൾ അതിനോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഞാൻ അതിന് എനിക്കൊന്നും ആവശ്യത്തിലധികം ഞാൻ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. ഇനി ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹം ഇവിടെ ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. BJP-യുടെ ഇഷ്യൂസ്, BJP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ബിൽക്കിസ് ബാനോ വിഷയം. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഫാഷിസം ഭയങ്കരമായി വളരുന്നു എന്നാണ്. ഇവർക്ക് ഈ ഫാസിസം എന്ന് പറയുമ്പോൾ ഇവരുടെ നിലപാട് ശരിക്കും എന്താണ്? ഇവരെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആരോടൊപ്പമാണ്? ഈ മഹാരാഷ്ട്രയിൽ നോക്കിക്കോളൂ. മഹാരാഷ്ട്രയിൽ ഇവർ ശിവസേനയ്ക്കൊപ്പം നടന്നിട്ട് എന്താ പറയുക, ജയ് ഭവാനി, ജയ് ശിവാജി, ഹർ ഹർ മഹാദേവ് എന്ന് വിളിച്ചുകൊണ്ട് റാലിയിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട് ഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ നിലപാടാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ നിലപാടാണെങ്കിൽ പോലും നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ പൊസിഷൻ എന്താണെന്നുള്ളത്, പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണെന്നുള്ളത് അവർക്ക് പോലും വ്യക്തമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ അവെയർ ആവുന്നതെന്ന്. ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നത് അല്ലെ നടക്കാതിരിക്കുന്നതോ അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നതിന് അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് സിസ്റ്റത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചില രാഷ്ട്രീയക്കാർക്ക് സാധിക്കുന്നത് എന്ന കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഞാൻ പറഞ്ഞ വാളയാർ കേസാണെങ്കിലും വണ്ടിപ്പെരിയാർ കേസാണെങ്കിലും ഈ സൂര്യനെല്ലി കേസാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ ഇതിലേക്കൊന്നും നിങ്ങൾ എന്താ പറയുക ശ്രദ്ധിക്കാതെ ഈ സിസ്റ്റത്തിൻ്റെ ഇഷ്യൂ അല്ല ഇതൊരു BJP ഓറിയന്റഡ് ഇഷ്യൂ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതിലാണ് പ്രശ്നം. കാരണം ഇത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു വലിയ ഇഷ്യൂ ആണ്. അതിനെ നമ്മൾ നേരിടണം. അതിനെ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് കാണാനുള്ള കണ്ണ് വേണം. അതിന്റെ എസൻസിനൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. നമുക്ക് കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP നേതാക്കൾ പരസ്യമായി പ്രസംഗിച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ കലാപത്തിൽ എന്താണ് BJP-യുടെ പൊസിഷൻ അറിയാത്ത ആരെങ്കിലും മാലോകരിലുണ്ടാവും, അറിയില്ല. ഞാൻ ഉള്ളപ്പോഴും നോക്കൂ, ഇതിനകത്ത് മോദിക്ക് ഗ്യാരണ്ടി ആൻഡ് നാരി ശക്തി, രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മോദി ഈ ജനറൽ ഇലക്ഷനിലേക്ക് പോകാൻ പോകുന്നത്. നാരി ശക്തി എന്ന് പറയുന്ന സാധനം ഫേക്കാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയ ഒരു ഉദാഹരണങ്ങളിലൊന്നാണ് ഇത്. ആ നിലയ്ക്ക് നിങ്ങളൊരു ക്യാമ്പയിൻ മുദ്രാവാക്യമായിട്ട് ഇതിനെ എടുത്ത് ഉപയോഗിക്കുമോ, അതോ അതിനെ ഇന്നത്തെ ദിവസം വിട്ടുകളയോ ചോദിക്കുക? നിഷാദ, ഇവിടെ ഞാൻ അതിൻ്റെ മുമ്പായിട്ട്
ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ ബൽക്കീസ് ബാനു കേസാണ്. ഇതിൽ കൃത്യമായിട്ട് ഇതിന്റെ പ്രതികൾ ആരാണ്, ഇതിൽ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു മതേതര ജനാധിപത്യ വിശ്വാസിക്ക് ഒരു ബോധ്യം വേണം. ഞാനത് പുലർത്തി നീങ്ങാനാ താല്പര്യപ്പെടുന്നത്. ഇവിടെ BJP അനുകൂലിച്ച് പറയുന്ന ആൾ പറയുന്നു മറ്റേ കേസ് ചർച്ച ചെയ്തോ, അത് ചർച്ച ചെയ്തോ, ഇത് ചർച്ച ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു. ഇന്നത്തെ ചർച്ച ഇതാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇത് ചർച്ച വിട്ടിട്ട് മറ്റേത് ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. അതൊക്കെ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ നമുക്ക് വേറൊരു ചർച്ച വെക്കാം. പിന്നെ ഏതെങ്കിലും സംസ്ഥാനത്ത് നടന്ന റേപ്പ് കേസുകളുമായി സാമ്യമുള്ള ഒരു കേസല്ല ഇത്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ BJPയുടെയും RSSന്റെയും ഒക്കെ പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണ് ഇതിൽ പ്രതികൾ. ആ സർക്കാരാണ് ഈ കേസ് അട്ടിമറിക്കാനും പ്രതികൾക്ക് സഹായം നൽകാനും ഉടനീളം ശ്രമിച്ചിരുന്ന അവമതിപ്പ് കോടതിയിൽ നിന്ന് നേരിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്കറിയോ, ബൽക്കീസ് ബാനുവിനെ പരിശോധിച്ചിട്ട് ഗുജറാത്തിലെ സർക്കാർ ഡോക്ടർമാർ ഇവർ റേപ്പിന് വിധേയമായിട്ടില്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ സംസ്ഥാനവും അവർ ഭരിക്കുന്ന പാർട്ടിയാണത്. അവരാണ് പറയുന്നത് ഞങ്ങൾ ഈ കേസിൽ ബൽക്കീസ് ബാനുവിനൊപ്പമാണ് നിന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെയൊക്കെ തട്ടിവിടുന്നത് എന്നിത് കേൾക്കുന്നവരെ ഒന്ന് വിലയിരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ബൽക്കീസ് ബാനു ആദ്യമായിട്ട് പരാതി പറയാൻ ചെന്നപ്പോ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. ഇവരെങ്ങനെയാണ് പരാതി കൊടുത്തത്, എത്തരത്തിലാണ് കേസ് പുരോഗമിച്ചത്, എന്തൊക്കെ ഭീഷണികളാണ് ഇവർ നേരിട്ടത്, എത്രയെത്ര വീടുകളാണ് ഇവർ മാറിയത്, മുഖം മറക്കാതെ ഇവർ വർഷങ്ങളോളം നടന്നിരുന്നില്ല എന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും പറയാണ് ഞങ്ങൾ ബൽക്കീസ് ബാനുവിനെ സഹായിച്ചവരും അവർക്ക് വേണ്ടി നിലകൊണ്ടവരുമാണ് എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ വെറുതെ ഇതൊന്നും പറയരുത്. നിങ്ങൾ ബൽക്കീസ് ബാനുവിനൊപ്പമാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക. അതിന്റെ കൂടെ കുറെ കള്ളങ്ങൾ ചേർത്ത് ഞങ്ങൾ അവർക്കൊപ്പം നിന്നതിന്റെ കഥയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ പരിഹാസ്യരാവരുത്. ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റ് വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമെന്ന് ഞാൻ ശ്രീ മിഥുനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രാജ്യത്ത് ബൽക്കീസ് ബാനുവിന്റെ കേസ് അങ്ങനെ, എന്റെ നിഷാദ, ഇവിടെ ഏതൊരു രാജ്യത്തും അവിടുത്തെ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് പട്ടാള മേധാവികൾ ഭരിക്കുന്ന വല്ല കരീബിയൻ ദ്വീപുകളിലോ ആഫ്രിക്കൻ അരാജകത്വം നിറഞ്ഞ രാജ്യങ്ങളിൽ വരെ അവർക്കൊരു പ്രിവിലേജ് ഉണ്ടാവും. ഇവിടെ ഒരു ഒളിമ്പിക്സിലെ ബ്രോൺസ് മെഡലിസ്റ്റ് തന്റെ മടിക്കുത്തഴിക്കാൻ മുന്നോട്ട് വന്ന ആളുകൾക്കെതിരെ പരാതി കൊടുത്ത് സമരങ്ങളുടെ നീണ്ട പട്ടിക ഈ രാജ്യത്തിന് മുന്നിൽ നിരത്തി വെച്ചിട്ട് അവസാനം ആ പറഞ്ഞ ബ്രിജ്ഭൂഷന്റെ കിങ്കരൻ തന്നെ വീണ്ടും വന്ന് ഫെഡറേഷന്റെ പ്രസിഡന്റായി അദ്ദേഹത്തിന് ഒരു പോറലും ഏൽക്കില്ല എന്ന് മനസ്സിലായപ്പോ പരസ്യമായിട്ട് ഷൂ അഴിച്ചു വെച്ച് തന്റെ കരിയർ ഉപേക്ഷിക്കുകയാണ്. അർജുന അവാർഡ് പിന്നെ ഉപേക്ഷിക്കാൻ ഫോഗട്ട് മുന്നോട്ട് വരുന്നു. വേറെ മെഡലുകളൊക്കെ ഉപേക്ഷിക്കാൻ അവരുടെ സഹകായിക താരങ്ങളൊക്കെ മുന്നോട്ട് വരുന്നു. ഇങ്ങനെ ഒരു രാജ്യത്ത് ഇത്രക്ക് പ്രിവിലേജ്ഡ് ആയ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റിന്റെ ദാരുണാനുഭവം ഇതാണെങ്കിൽ ഇവിടുത്തെ സാധാരണ സ്ത്രീയുടെ കഥയൊക്കെ പറയാനുണ്ടോ? ഇവരെ ഏത് ബേട്ടിയെ കുറിച്ചാണ് പടാവോ ബച്ചാവോ എന്നൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ നാരി അവർ കേഴുകയാണ്. അവരിതിന്റെ മറ്റൊരു വലിയ ഉദാഹരണമാണ് ഇന്ന് ബൽക്കീസ് ബാനുവിലൂടെ മുന്നോട്ട് വന്നത്. എങ്ങനെയാണ് ഈ ബൽക്കീസ് ബാനു കേസിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്? അതിലെ പ്രതികളെ മുഴുവൻ കൂട് തുറന്ന് പുറത്തു വിട്ടതിന്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനൊരു വിധി വന്നത്. അല്ലെങ്കിൽ ഈ വിധിക്ക് വരാൻ എന്ത് പ്രസക്തിയാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്? ബൽക്കീസ് ബാനു കേസിലെ വിധിയൊക്കെ 2008 വന്ന ആളുകൾ ജയിലിലായതാണ്. അവരെ പുറത്തിറക്കി വിട്ടതിന്റെ വിധിയാണ് ഇന്ന് വന്നത്. ഇവർ സമ്പൂർണ്ണമായിട്ട് സ്ത്രീ വിരുദ്ധരല്ലേ? ഉന്നാവിലെ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത്? പരാതി കൊടുത്തതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ എത്ര പേർക്ക് മരണപ്പെടേണ്ടി വന്നു? ഹത്രാസിലെ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത്? മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകരിച്ചപ്പോ വലിയ വേലി കെട്ടി കുടുംബാംഗങ്ങളെ വരെ മീറ്റർ കണക്കിന് അപ്പുറത്ത് അകറ്റി നിർത്തുകയായിരുന്നു. എന്തിനാണ് ഇവര് സ്ത്രീകളോട് ഇത്രമാത്രം വിരുദ്ധതയും ഇത്രമാത്രം പ്രതിലോമകരമായ മനോഭാവവും വച്ചു പുലർത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ബൽക്കീസ് ബാനു ഒരു സ്വത്വം കൊണ്ട് അത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായി എന്ന് പറഞ്ഞു ഒതുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഹത്രാസിലും ഉന്നാവിലും ഒക്കെ ഈ ദാരുണാനുഭവങ്ങൾക്കിരയായവർ ബൽക്കീസ് ബാനുവിന്റെ സ്വത്വമുള്ളവരായിരുന്നില്ല. എന്തിനാ ഈ സാക്ഷി മാലിക്കും വിനയ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഒക്കെ ബൽക്കീസ് ബാനുവിന്റെ സ്വത്വമുള്ളവരല്ല. കൂടി പറയുകയാണ് താങ്കൾ. VPP മുസ്തഫ, ഇതിനകത്ത് ഇത് ഒരു ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നിലനിൽപ്പ്, എല്ലാവരുടെയും തുല്യാവകാശത്തിന്റെ നിലനിൽപ്പ്, സ്ത്രീകളുടെ അന്തസ്സ് തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിധി പ്രസ്താവമായിട്ട് ഇതിനെ എടുക്കണം. അങ്ങനെ ഐതിഹാസികമായിട്ടുള്ള ഒരു പോരാട്ടമായി ഇതിനെ കാണണം. അതിനെ കാണുമ്പോൾ അതിനെ ആ നിലയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടോ? ഞങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയുമില്ല.
ഞങ്ങൾക്ക് കൃത്യമായ നിലപാടും ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ അവസ്ഥയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം? താങ്കൾ സൂചിപ്പിച്ചതാണ്, ശ്രീ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നേ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ ഈ നാരീ ശക്തിയും മോഡി ഗ്യാരണ്ടിയും തൃശ്ശൂരിലെ പ്രസംഗത്തിൽ 17 തവണ മറ്റാണ് അദ്ദേഹം സ്വയം മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. ആ മോഡി ഗ്യാരണ്ടിയുടെ ഒരു മുഖം മൂടി അടർന്നു വീഴുകയാണ്. അത് ഇന്ത്യൻ നീതിപീഠത്തിൽ നിന്ന് വരികയാണ്. അതൊരു ഗൗരവമായ സംഗതിയല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട മോഡി ഗ്യാരണ്ടിക്കെതിരായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, മോഡി ഗ്യാരണ്ടിയെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ശരിയായ ഒരു ആയുധമാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയിലൂടെ വന്നിരിക്കുന്നത്. അത് ശക്തമായ നിലയിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അത് ഗൗരവമായ നിലയിൽ നല്ല ആഴത്തിലും പരപ്പിലും അത് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണ് വണ്ടിപ്പെരിയാറും വാളയാറും പോലെ തുലനം ചെയ്യാൻ വേണ്ടി കഴിയാത്തത്? വണ്ടിപ്പെരിയാറിലും വാളയാറിലും ഒക്കെ വിചാരണ കോടതികളിൽ നിന്ന് വന്ന വിധികൾക്കെതിരെ സർക്കാരാണ്, പ്രോസിക്യൂഷനാണ് അപ്പീൽ പോയിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ അനുഭവമല്ലേ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇരയോടൊപ്പവും അവരുടെ കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നത്, പൊതുസമൂഹത്തിന്റെ വികാരത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അങ്ങനെ സർക്കാർ നിന്നോ ഈ ഇരകളെയും അവരുടെ കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ തൽക്കാലമുണ്ടായ വിധിയിൽ നിന്ന് അതിന്റെ മുകളിലുള്ള കോടതികളിലേക്ക് അപ്പീൽ പോകാൻ അവരാവശ്യപ്പെടുന്ന പ്രോസിക്യൂഷനെ നിയോഗിക്കാൻ ഒക്കെ തയ്യാറാകുന്നു. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും കേസുകളിൽ അങ്ങനെ ഒരു അനുഭവമുണ്ടോ? അവിടെയല്ല പ്രശ്നം. അവിടെ സർക്കാരുകൾ ആരുടെ കൂടെ നിൽക്കുന്നു? ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി ആരുടെ കൂടെ നിൽക്കുന്നു? അതല്ലേ വിഷയം. അതിൽ തന്നെ ഈ വാളയാറിലോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നടന്നതുപോലെ ഒരൊറ്റപ്പെട്ട ബലാത്സംഗ കേസാണോ ബിൽക്കിസ് ബാനു കേസ്? അതല്ലേ വിഷയം. 2002 ഗോദ്ര സംഭവത്തിന്റെ മറവിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള വംശഹത്യ അതിഭീകരമല്ലേ? അത് പറയണ്ടേ? അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ആ കാര്യങ്ങളല്ലേ ഞാൻ ആദ്യത്തെ ഭാഗം വിശദീകരിച്ചത്? അതിനല്ലേ വിശദീകരണം നൽകി. അപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമല്ലേ? നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് ഇന്നത്തെ RSSന്റെ BJPയുടെ ഈ വളർച്ചയ്ക്കും അധികാരാരോഹണത്തിലേക്കും എല്ലാം എത്തുന്ന വഴികളിൽ ഒന്നായിട്ട് ഗുജറാത്തിലെ വംശഹത്യ വന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ? ആ സംഗതികൾ വിശദീകരിച്ച് പോകണ്ടേ? അവിടെയാണ് നമുക്ക് ബിൽക്കിസ് ബാനു ഒറ്റപ്പെട്ടതല്ല എന്നുള്ളത് ഈസാൻ ജഫ്രിയെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. ഈസാൻ ജഫ്രി മുൻ MP ആണ്. അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയായിരുന്നു. അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ കലാപവേളയിൽ മനുഷ്യർ അഭയം തേടിയിട്ടാണ് പോയത്. കാരണം മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, വലിയ അധികാര സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരാൾ. അതുകൊണ്ട് ആ വീട് ഒരു അഭയ കേന്ദ്രമാകുമെന്നാണ് കരുതിയത്. പക്ഷേ ആ വീട്ടിൽ അഭയം തേടിയ മനുഷ്യരെയും അവർക്ക് അഭയം കൊടുത്ത ഈസാൻ ജഫ്രിയെയും കൊന്നുകളഞ്ഞില്ലേ? ആ അവസാന നിമിഷങ്ങളിൽ ഈസാൻ ജഫ്രി ആരെയാ വിളിച്ചത്? ആ വിളിച്ചവർ ഫോൺ എടുത്തോ? പ്രതികരിക്കാൻ തയ്യാറായോ? നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ? അത് പറയുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാക്കിയ ജാഫ്രി, ഈസാൻ ജഫ്രിയുടെ ഭാര്യ ജീവിച്ചിരുന്നു. പിന്നെയും ബിൽക്കിസ് ബാനുവിനെ പോലെ തന്നെ അവരും സുപ്രീം കോടതി വരെ കേസുകളുമായിട്ട് നടന്നു. ആരുണ്ടായി അവരെ സഹായിക്കാൻ? ഈസാൻ ജഫ്രി തന്റെ ജീവിതവും ആയുസ്സും കൊടുത്ത പാർട്ടി അവരെ സഹായിക്കാൻ വന്നോ? ദീർഘകാലം ഗുജറാത്ത് ഭരിച്ചിരുന്ന പാർട്ടിയാണല്ലോ അത്. അവർ സഹായിക്കാൻ പോയോ? അവര് മേഡത്തെ വിളിച്ചില്ലേ? മേഡവും അവരുടെ കുടുംബവും കേട്ടോ? ശരി, നിങ്ങളിപ്പോ ഈ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ വലിയ നിലയിൽ, ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളുടെയും പേരുകൾ. നിങ്ങളുടെ കുടുംബം ഇങ്ങനെ ഒരു ദുർഘടഘട്ടത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ പാർട്ടിയുടെ കരുത്തായിരുന്ന ഒരു MP അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കേട് പിടിച്ചപ്പോ പോയി. അതിനുശേഷം പോയ കെ പി നൗഷാദ് അലി ഗുജറാത്ത് വംശഹത്യയുടെ കാര്യം പറയുമ്പോൾ ഇഹ്സാൻ ജഫ്രിയുടെ കാര്യം അദ്ദേഹം പറയുകയാണ്. കോൺഗ്രസ് ഇഹ്സാൻ ജഫ്രി നോക്കൂ, ഒരു കലാപത്തിന്റെ ഇരയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും ക്ഷമിക്കണം പോലെയുള്ള നിങ്ങളുടെ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇഹ്സാൻ ജഫ്രി ഉണ്ടോ? വർഷാവർഷം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഈ വിപത്തിനെ നിങ്ങൾ സ്മരിക്കുന്നുണ്ടോ? അതിലെ കലാപകാരികളെ കുറിച്ച് നിങ്ങൾ നിരന്തരം സംസാരിക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങളുണ്ട്.
ഇവിടെ അദ്ദേഹം, ഞാൻ ഒന്നാമത് ഇന്നത്തെ ദിവസത്തെ ചർച്ച പോലും കോൺഗ്രസിനെതിരെ തിരിച്ചുവിടുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെയാണ് ഈ രാജ്യത്ത് ഫാസിസത്തിനെ നേരിടാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. ഇതിലൊരു വിരോധാഭാസം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഈസാൻ ജഫ്രി അവസാനമായിട്ട് സഹായത്തിന് വിളിച്ചു എന്നൊക്കെ അദ്ദേഹം അവിടെ ധ്വനിപ്പിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെയാണ്. അതിവിടെ ഒരുപാട് ജേണലുകളിൽ അദ്ദേഹത്തിന്റെ മകളുടെ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചുറ്റും കൂടി നിന്നവരുടെ മൊഴികളിലൂടെയൊക്കെ നമ്മൾ കേട്ടതും വായിച്ചതും അറിഞ്ഞതുമായ കാര്യമാണ്. പിന്നെ അദ്ദേഹം ആരെ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഏതോ AICC ആസ്ഥാനത്തേക്ക് വിളിച്ചു എന്ന മട്ടിലാണ് അദ്ദേഹം അത് ധ്വനിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതല്ല സത്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ ഈസാൻ ജിഫ്രിയുടെ ഭാര്യ നടത്തിയ നിയമ പോരാട്ടങ്ങൾ, അവർ നടത്തിയ വലിയ തോതിലുള്ള നീതിക്ക് വേണ്ടിയുള്ള യാത്രകൾ, അതിലൊന്നും കോൺഗ്രസ് എവിടെയും സഹായിച്ചിട്ടില്ല എന്ന് അവരിതുവരെ അഭിപ്രായപ്പെട്ടിട്ടില്ല. ഗുജറാത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഗുജറാത്തിൽ നിന്നുള്ള അഹമ്മദ് പട്ടേൽ അടക്കമുള്ള നേതാക്കളും ഒക്കെയാണ് അവർക്ക് സംരക്ഷണം ഒരുക്കിയതും അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള നിയമ നടപടികൾ ഏകോപിപ്പിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം ദാരുണമായി വധിക്കപ്പെടുകയും ആ കുടുംബം തന്നെ വലിയ ട്രോമയിലാവുകയും മക്കളൊക്കെ വിദേശത്തേക്ക് രാജ്യത്തെ പൗരത്വം ഉപേക്ഷിച്ച് വരെ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായതൊക്കെ അതൊരു സ്വാഭാവികമായി സംഭവിച്ചു. അതൊക്കെ തടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിഗതമായ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി മുൻനിർത്തിയാണ്. അതുപോലെയുള്ള ഒരു കാരണവശാലും ആ പരിസരത്തൊന്നും നിൽക്കാനോ ഓർക്കാനോ പോലും താല്പര്യപ്പെടാത്ത തരത്തിലുള്ള ദുരനുഭവങ്ങളാണ് അവർക്കുണ്ടായത്. ഈ രാജ്യം ഇത്തരത്തിൽ വർഗീയ വിഷപ്പുകയിൽ വരിഞ്ഞു കെട്ടുന്ന ആളുകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട, അതിനെതിരെ ഒരേ ശബ്ദം ഉയർത്തേണ്ട ഒരു ഘട്ടമാണ് എന്ന് തൽക്കാലം ഇതിനോട് വിയോജിപ്പുള്ളവരൊക്കെ ഒന്ന് തിരിച്ചറിയണം. അതിനിടയിൽ ഈ ഓണത്തിനിടെ ഒരു പുട്ടുകച്ചവടത്തിന് ശ്രമിക്കുമ്പോൾ അത് ഒരു കാരണവശാലും ഇതിനെതിരെയുള്ള ഒരു മുന്നേറ്റത്തെ അല്ല സഹായിക്കുക, ഇതിനെതിരെ ഈ അവസാന കാലത്തും ബിൽക്കിസ് ബാനുവിന്റെ കഥ അന്വേഷിച്ചാൽ അവർക്കൊരു സ്ഥലത്ത് കൃത്യമായി സ്ഥിരമായി താമസിക്കാൻ പോലും കഴിയാത്ത വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രയും വലിയ സാമൂഹിക അരക്ഷിതാവസ്ഥ അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ഈ രാജ്യം ശ്രദ്ധിച്ച ഏറ്റവും വലിയ കേസുകളിലൊന്നിലെ ഇരയ്ക്ക് സ്വസ്ഥമായ ജീവിതം ഉറപ്പാക്കാൻ, രാഷ്ട്രീയവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കാൻ അവരുടെ സംസ്ഥാനത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നിടത്ത് ആരാണ് ശത്രുവിൻ്റെ കൂടെയുള്ളത് എന്ന് വ്യക്തമല്ലേ? നിഷാദ്, ഈ കേസിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട് ഗവൺമെന്റിന് കൃത്യമായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നതും അത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിഷാദ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദിൻ്റെ കയ്യിൽ അതിന് വാലിഡേറ്റ് ചെയ്യേണ്ട എന്താ റിപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ ശ്രീ നൗഷാദ് അലി പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുകയാണ്, എന്താ പറയുക, ഞാൻ ഈ പറയുന്ന പോലുള്ള ബിൽക്കിസ് ബാനോ വിഷയം വരുമ്പോൾ മറ്റ് വിഷയങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഒരു തരം എന്താ പറയുക സാധൂകരിച്ച് കൊണ്ട് സംസാരിക്കുക. അങ്ങനെയല്ല അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം. അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ വലതുപക്ഷ രാഷ്ട്രീയം സംസാരിച്ച് ഇതുപോലുള്ള കേസുകളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ചില വോട്ടുകളാണെന്നാണൊക്കെ. അദ്ദേഹം എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽക്ക് ഞാൻ നോക്കണം, അദ്ദേഹത്തിന് ഗുരുജി ഗോൾവൽക്കറിനെ കോട്ട് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പറയാം, അദ്ദേഹത്തിന് മറ്റ് ഏത് വിഷയം വേണമെങ്കിലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ആരെങ്കിലും ഷീലാ ദീക്ഷിത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്താ പറയുക KR രമേശ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ട് എന്താ പറയുക റേപ്പ് വിക്ടിംസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാലോ, അതൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, അത് ചർച്ചയെ വഴി തെറ്റിക്കുകയാണെന്ന് അദ്ദേഹം പറയും. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും വലിയ, അതായത് ഇന്ത്യയിലെ ഒരു റേപ്പ് ക്യാപിറ്റലാക്കി മാറ്റിയ ഒരു പാർട്ടിയാണ് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്നത്. അവിടെ ഭരിച്ചത് ആരാണ്? കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് റേപ്പ് വിക്ടിംസിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു മോഡൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഈ രാജ്യത്ത് ഇത്രയും കാലമായിട്ട്? നിങ്ങൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള BJPയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ ഫ്ലാഗ്ഷിപ്പ് സ്കീംസിനെയൊക്കെ പരിഹസിക്കുമ്പം കോൺഗ്രസ് ഇത്രയും കാലമായിട്ട് ഈ രാജ്യത്ത് വുമൺ എംപവർമെന്റ് മോഡൽ എന്ത് നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. എന്തായാലും ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി ഐതിഹാസികമായ ഒരു നിയമ പോരാട്ടത്തിനൊടുവിലെ പ്രതീക്ഷാ നിർഭരമായ വിധിയാണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്ത് എന്ത് വെളിച്ചം വീശുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സമയം കഴിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ്. താങ്ക് യു മിഥുൻ. അപ്പം VP മുസ്തഫ, KP നൗഷാദ് അലി ഈ ചർച്ചയിൽ പങ്കെടുത്ത്